രക്ഷിക്കണേ. മുത്തശ്ശി, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ? എന്റെ മോൾക്ക് ഒരാപത്തും വരുത്താതെ ഭഗവാൻ രക്ഷിച്ചു. അങ്ങാരാണ് എന്റെ പൊന്നോമന പുത്രിയെ തക്ക സമയത്ത് വന്ന് രക്ഷിച്ച അങ്ങ് സാധാരണ മനുഷ്യനല്ല, അഭൗവ ശക്തനാണ്. അങ്ങാരാണ്? ക്ഷേത്ര ദർശനത്തിന് വന്ന ഒരു സാധാരണക്കാരനായ ശിവപാദർ. ഈ കുട്ടിക്ക് ഇനിയും ഏറെ നാളത്തെ ആയുസ്സുണ്ടാവും. അതുകൊണ്ടാവാം അങ്ങുയരെ നിന്നും താഴേക്കെറിഞ്ഞ കുട്ടി യഥാസമയം എന്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. എന്താ എന്താ സംഭവിച്ചത്? തിരുമേനി, കാര്യക്കാരുടെ കൊടും ക്രൂരത ഇവിടെ അരങ്ങേറിയത്. തക്ക സമയത്ത് ഇദ്ദേഹം എത്തിയില്ലെങ്കിൽ പൂങ്കുടി. ആയുസ് അവസാനിക്കാത്ത കുട്ടിയുടെ ആയുസ് നിലനിർത്താൻ ഭഗവാനാണ് തക്ക സമയത്ത് എന്നെ ഇവിടെ എത്തിച്ചത്. ഓഹോ, അപ്പൊ നീ എന്തും നേരിടാൻ തയ്യാറായി ഇറങ്ങിയിരിക്കുകയാണല്ലേ? 1000 കഷ്ണങ്ങളായി ചിതറിത്തെറിച്ച് നിണത്തിൽ വർണ്ണാഭയമായി കിടക്കുന്ന പൂങ്കൊടിയെ കാണാനാണ് അധികാരി അനുചരനെയും കൂട്ടി വന്നത്. പക്ഷെ എന്തു ചെയ്യാം, പൂങ്കൊടി വന്ന് പതിച്ചത് ഞാൻ നീട്ടിപ്പിടിച്ച കൈകളിലായിപ്പോയി. ആരാണ് നീ? അധികാരിയായ നാം വധശിക്ഷ വിധിച്ച ഇവളെ രക്ഷിക്കാൻ ശ്രമിച്ച ഏത് ദുഷ്ടമൂർത്തിയാണ് നീ?
നിരപരാധിയെ രക്ഷിക്കാൻ വരുന്നവൻ ആരായാലും ദുഷ്ടമൂർത്തിയല്ല, ശിഷ്ടമൂർത്തിയാണ്. സത്യധർമ്മങ്ങളുടെ പ്രതീകമായ അധികാര ചെങ്കോലിനെ ഗർവോടെ ഒടിച്ചു മടക്കി ദുർബലരുടെ കഴുത്തിൽ മുറുക്കാനുള്ള കൊലക്കയറാക്കുന്നവന്റെ പേര് മേലധികാരി എന്നല്ല, കാപാലികൻ എന്നാണ്. എന്ത് പറഞ്ഞു നീ? അങ്ങുന്നേ, എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ സംഭവിച്ചത്? നമ്മുടെ ദേഹമാസകലം ഉളുക്കിയിരിക്കുന്നു. നമുക്ക് തല ചുറ്റുന്നു, കണ്ണിൽ ഇരുട്ട് കയറുന്നു. നമ്മെ അറയിലെത്തിക്കാം. തിരുമേനി, ഞങ്ങളുടെ കുട്ടിയെ രക്ഷിച്ചതിന് എത്ര വട്ടം നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് അങ്ങ്. അങ്ങേക്ക് എന്ത് പ്രത്യുപകാരമാ ഞങ്ങൾ ചെയ്യേണ്ടത്? എന്ത് സേവനമാണ് ഞങ്ങൾ ചെയ്യേണ്ടത്? കുട്ടി, ശിവപാദന്മാരുടെ മഹത്വം ശരിക്കും അറിയുന്നവളല്ലേ നീ? കഴിയുന്നത്ര സേവനം ഏവർക്കും ചെയ്തു കൊടുക്കുന്ന ശിവപാദന്മാർ പ്രതിഫലമോ പ്രത്യുപകാരമോ കാംക്ഷിക്കുന്നവരല്ലെന്ന് കുട്ടിക്കറിയില്ലേ? നാം നമ്മിൽ അർപ്പിതമായിരുന്ന കടമ നിറവേറ്റിയെന്നു മാത്രം. മംഗളം ഭവിക്കട്ടെ. ശിവപാദരെ, പൂങ്കുടി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പൂങ്കുടിയെ ക്രൂരമായി ഉപദ്രവിച്ച അധികാരിക്ക് തക്കതായ ശിക്ഷയും കിട്ടി. ഇനി അധികാരിക്ക് പൂങ്കുടിയോട് കടുത്ത പകയും വൈരാഗ്യവുമായിരിക്കും. ഇനി അവളെ ക്ഷേത്രത്തിൽ കയറ്റില്ല. ശിവഭക്തിയായി പൂങ്കുടി ഇനി എങ്ങനെ തൃക്കടയൂരപ്പനെ തൊഴുതു പ്രാർത്ഥിക്കും? ഈ ശിവലിംഗം പൂങ്കൊടിയുടെ കുടിലിൻ മുറ്റത്ത് പ്രതിഷ്ഠിച്ച് തൊഴുത് പ്രാർത്ഥിച്ചുകൊള്ളൂ. തൃക്കടയൂരപ്പന്റെ ചൈതന്യം ഈ വിഗ്രഹത്തിലും എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും. മംഗളം ഭവിക്കട്ടെ.
എന്താ ശിവലിംഗവുമായിട്ടൊക്കെ? മോളെന്തിനാ കരയുന്നേ? ക്ഷേത്ര മേലധികാരി അടിയനെ ഉപദ്രവിച്ചു തിരുമനസേ. മേലധികാരി ഈ കുട്ടിയോട് വലിയ കടുങ്കൈ തന്നെ പ്രവർത്തിച്ചു മഹാരാജൻ. പ്രണാമം തിരുമനസ്. എന്തു പറ്റി? ഒന്ന് വീണതാ. അല്ല, പൂജ കഴിഞ്ഞ് ക്ഷേത്രം അടയ്ക്കാറായി. ദർശനം നടത്തണ്ടേ തമ്പുരാനെ? മേലധികാരി ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്നാണല്ലോ പറയുന്നത്. അത് പിന്നെ അടിയൻ ഉപദ്രവിച്ചൊന്നുമില്ല. ഈ കുട്ടിക്ക് വൃത്തിയും വെടുപ്പും തീരെയില്ല. അതുകൊണ്ട് ഇവൾ ഇനിമേൽ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല എന്ന് അടിയൻ വിലക്കി. അത്രേ ഉണ്ടായിട്ടുള്ളൂ. കരികാലൻ, തിരുമനസ് കൊച്ചുകുട്ടിയല്ലേ. കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ചെറിയ അശുദ്ധിയൊന്നും കാര്യമാക്കേണ്ടതില്ല. കുട്ടി മേലിലും ക്ഷേത്രത്തിൽ പ്രവേശിച്ചോട്ടെ. തിരുമനസ് അങ്ങനെ കൽപ്പിച്ചാൽ? മേലധികാരി ഒന്നും പറയണ്ട. ശിവലിംഗം പിടിച്ചു നിൽക്കുന്ന ഈ കുട്ടിയെ കണ്ടാൽ അറിയാലോ ഭക്തിയും സാധുവുമാണെന്ന്. കുട്ടിക്ക് ക്ഷേത്രപ്രവേശനം വിലക്കാൻ പാടില്ല. കൽപ്പന പോലെ. അല്ലെങ്കിലും കൊച്ചുകുട്ടികളോട് ഭഗവാൻ ഏറെ കാരുണ്യമാണ്. അവരിൽ നിന്ന് എന്തെങ്കിലും പാകപ്പിഴ സംഭവിച്ചാലും ഭഗവാൻ ക്ഷമിക്കേയുള്ളൂ, ശിക്ഷിക്കില്ല. കുട്ടി എന്നും ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പ്രാർത്ഥിക്കണം കേട്ടോ. ആ, ക്ഷേത്രം അടയ്ക്കാരായി. തിരുമനസ് വന്നാലും. തൃക്കടയൂരപ്പന ഈ സമയത്ത് രാജാവിനെ രാജ്ഞി ഇവിടെ എത്തിച്ചത്. വിലക്ക് നീങ്ങി കിട്ടിയല്ലോ. അതിന്റെ ചുരുക്ക് കരികാൽ നിന്നി നന്നായിട്ടുണ്ടാവും. പ്രതികാരം വീട്ടാൻ അയാൾ ഇനി എന്തും ചെയ്യും. അതൊക്കെ ദൈവം തട്ടി മാറ്റിക്കോളും മീനാക്ഷി. ആദ്യം കുടിലിന്റെ മുറ്റത്ത് നമുക്ക് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാം. നമുക്ക് എന്നും തൊഴുത് പ്രാർത്ഥിക്കാൻ ഒരു വിഗ്രഹം ഇവിടെയും ഒന്നവിടെ. വിഷമിക്കാതെ വസുമതി. ആ രാക്ഷസൻ നമ്മുടെ പൂങ്കുടെ താഴേക്കെറിഞ്ഞപ്പോ ഒരു പോറൽ പോലും പറ്റാതെ കൈവലയത്തിലാക്കാൻ ഒരാളുണ്ടായില്ലേ? അയാളെ തല്ലാൻ അധികാരി തുനിഞ്ഞപ്പോ അധികാരിയുടെ നടുവിന് ഉളുക്ക് സംഭവിച്ചില്ലേ? ആസകലം തളർന്ന് നിലം പൊത്തി അയാളെ താങ്ങിയെടുത്താ കൊണ്ടുപോയത്. ഇനി അടുത്ത കാലത്തൊന്നും പരാക്രമം കാട്ടാൻ കഴിയാത്ത രീതിയിൽ ഭഗവാൻ അധികാരിക്ക് ശിക്ഷ കൊടുത്തില്ലേ വസുമതി? വസുമതി, 7 പിഞ്ചു കുഞ്ഞുങ്ങളെ വട്ടശിലയിൽ അരുങ്കൊല ചെയ്ത കംസന്റെ ജന്മമാണ് ഈ കരികാലൻ. ജന്മം കൊണ്ട് അയാൾ മേലാളനായിരിക്കാം, പക്ഷേ കർമ്മം കൊണ്ട് അയാൾ മ്ലേച്ഛനായ കീഴാളനാണ്, ചണ്ടാളനാണ്. ജന്മത്തിന്റെ വലുപ്പമല്ല, കർമ്മത്തിന്റെ വലുപ്പം കൊണ്ടാണ് മഹത്വമുണ്ടാകുന്നത്. കർമ്മം കൊണ്ട് നിങ്ങൾ വളരെ മഹത്വമുള്ളവരാണെന്നറിയുക. ചേച്ചി, നിങ്ങൾക്ക് ഏറ്റവും ആശ്വസിക്കാവുന്ന ഒരു കാര്യമുണ്ട്. പൂങ്കുടിയെ രക്ഷിച്ച ആള് അവൾക്ക് നൽകിയ വിലപ്പെട്ട സമ്മാനമാണ് ശ്രേഷ്ഠമായ ഈ ശിവലിംഗം. ശിവലിംഗം മുറ്റത്ത് പ്രതിഷ്ഠിച്ച് ഞങ്ങൾ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും അമ്മേ. അതെ, നിന്നെ രക്ഷിച്ച ആൾ ഒരു സാധാരണക്കാരനല്ല, ദിവ്യനാണ്. അയാൾ നൽകിയ ഈ വിഗ്രഹത്തിനുമുണ്ട് അതിദിവ്യത്വം. ഇതിവിടെ പ്രതിഷ്ഠിച്ച് പൂജ ആരംഭിക്കുന്നതോടെ വസുമതി ദീനം വിട്ട് എഴുന്നേറ്റിരിക്കും.
കൈലാസനാഥ, കാരുണ്യമൂർത്തെ, ജഗന്നാഥ, ഞങ്ങളെ രക്ഷിക്കണേ. ഞങ്ങളെയെല്ലാം ദുരിത കയത്തിൽ നിന്ന് കരകയറ്റണേ. ഞങ്ങളിൽ അനുഗ്രഹവർഷം ചൊരിയണേ. അയ്യോ, എന്താ അങ്ങുന്നേ? നല്ല വേദനയുണ്ടല്ലേ? ഇല്ല, പനിനീർ പൂവുകൊണ്ട് തലോടുന്ന സുഖം. അസഭ്യം വിളിച്ചു പറയും. കരിങ്കലിൽ ഒഴിയുന്ന പോലെ ഒഴിയാതടാ, ഭയത്തിൽ ഒഴിയ. ആ പൂങ്കൊടി എന്ന അസത്ത് ജന്മം മൂലമാണല്ലോ നമുക്ക് ഈ വേദന തിന്നേണ്ടി വന്നതും. ആ പൂങ്കൊടിയെ നാം ശരിയാക്കുന്നുണ്ട്. വിടില്ല നാം ആ ശാപജന്മത്തെ. വിടരുതങ്ങുന്നേ. വിജയിച്ചെന്ന ഭാവമാ ആ കുരുന്നു മൂദേവിക്ക്. വള്ളിത്തള്ളയ്ക്കും മീനാക്ഷിക്കും കനിമഴിക്കും ഒക്കെ ഉണ്ടാ ഭാവം. ഒന്നിനെയും വിടരുതങ്ങുന്നേ. കരികാലനൊരു പെരിങ്കാലനാണെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ദ്രോഹി, അവസരം വരട്ടെ. ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, ആ ദുഷ്ടജന്തുക്കളുടെയൊക്കെ ഉന്മൂലനാശം വരുത്തിയിരിക്കുന്ന. നോക്കി നിൽക്കാതെ ഒഴിയടാ. ശിവഭഗവാനെ പ്രസാദിപ്പിച്ച് പാശുപതാസ്ത്രം നേടിയത് മുതൽ അർജുനൻ തികഞ്ഞ അഹന്തയുള്ളവനായി മാറി. തന്നെക്കാൾ ശ്രേഷ്ഠനായ, ശിവന് പ്രിയങ്കരനായ ഒരു ശിവഭക്തൻ ഭൂലോകത്തിൽ വേറെയില്ല എന്ന അഹങ്കാരം അർജുനനെ ഭരിച്ചു തുടങ്ങി. തന്നെക്കാൾ വലിയ ശിവഭക്തന്മാർ വേറെയില്ലെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ മാത്രമേ തൻ്റെ പെരുമ മാലോകർ തിരിച്ചറിയൂ എന്ന് അർജുനൻ ചിന്തിച്ചു. ആ ചിന്തയോടെ അർജുനൻ ഭഗവാൻ കൃഷ്ണനെ സന്ധിച്ചു. കൃഷ്ണ, കൃഷ്ണ, ഞാൻ അങ്ങേ തേടി ഇറങ്ങിയതാണ്. എന്താ വിശേഷിച്ച്? ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് അതിദിവ്യമായ പാശുപതാസ്ത്രം സ്വായത്തമാക്കിയവനല്ലേ ഈ അർജുനൻ? എന്റെ ഉത്തമമായ ഭക്തിക്ക് നാം നേടിയ പാരിതോഷികമാണ് പാശുപതാസ്ത്രം. ആ സ്ഥിതിക്ക് ഞാനല്ലേ ഏറ്റവും ശ്രേഷ്ഠൻ? എന്താണ് ചിരിക്കുന്നത്? മഹാദേവൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ അർജുനനല്ലെന്നാണോ ഈ ചിരി കൊണ്ട് അങ്ങ് അർത്ഥമാക്കുന്നത്? അർജുന, നിന്റെ ഈ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ നമ്മോടൊപ്പം വരൂ. നമുക്ക് അല്പദൂരം നടക്കാം. എങ്ങോട്ടാണ്? ഒക്കെ മനസ്സിലാകും. നമ്മോടൊപ്പം വരും.